ഹൈക്കോടതി വിധിയിൽ വളരെ സന്തോഷമെന്ന് കെ ബാബു. കേസിനെ പിന്തുണച്ച LDF-നെറ്റ് തിരിച്ചടിയാണ് കോടതി വിധി അംഗീകരിക്കാൻ തന്റെ എതിർ സ്ഥാനാർത്ഥിയും ഇടതുമുന്നണിയും തയ്യാറാകണമെന്ന് കെ ബാബു പറഞ്ഞു. കൃത്രിമമായാണ് തെളിവുകൾ ഉണ്ടാക്കിയതെന്നും താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും കെ ബാബു അമൃത വാർത്തകളോട് പ്രതികരിച്ചു. ഹൈക്കോടതി വിധി വന്നതിന് ശേഷം കെ ബാബു MLA നമ്മോട് പ്രതികരിക്കുകയാണ്. സർ, ഏറെ ആശ്വാസകരമായ ഒരു വിധിയാണ്. കാരണം ഒരുപാട് നാളായി തുടർന്നു വരുന്ന ഒരു ചോദ്യത്തിനും ഇതിനൊക്കെ മറുപടിയായിരിക്കുകയാണ്. എങ്ങനെയാണ് സാർ അതിനോട് പ്രതികരിക്കുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 കൊല്ലമായി ഈ കേസിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് വലിയൊരു റിലീഫ് കിട്ടി എന്നുള്ളത് ആണ് പറയാനുള്ളത്. ഒരു തെറ്റായ കാര്യങ്ങൾ വെച്ചുകൊണ്ടൊരു കേസ് കൊടുത്തു. ഞങ്ങളെ ആ കേസിൻ്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൽ നിന്നൊരു മോചനം കിട്ടാമെന്ന് പറഞ്ഞാൽ വലിയ ആശ്വാസമാണ്. ഒപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിയായിരുന്ന സമയത്തും അതിന് ശേഷവും ഒക്കെ അങ്ങേ വിടാതെ പിന്തുടരുന്ന ഒരു കേസുകളുടെ ഒരു ഘോഷയാത്ര തന്നെയാണെന്ന്. അല്ല, അത് ഇപ്പോൾ നിർഭാഗ്യം. അതിനെക്കുറിച്ച് എനിക്ക് നമ്മുടെ നിർഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വിധി വന്നതിന് ശേഷം ഇപ്പോൾ സ്വരാജിനോട് എന്താണ് ഇനി പറയാൻ? അല്ല, എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഇനിയെങ്കിലും ഈ കേസുകളിൽ നിന്ന് അവർ പിന്മാറി കോടതി വിധി മാനിച്ച് പിന്മാറണം എന്നാണ്. ജനവിധിയും മാനിച്ചില്ല, കോടതി വിധിയും മാനിക്കാതെ ഇനി അപ്പീൽ പോകുമെങ്കിൽ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു ജനാധിപത്യ മര്യാദയുടെ അടിസ്ഥാനത്തിൽ ഇനിയും വ്യവഹാരങ്ങളിൽ നിന്ന് പിന്മാറണം എന്നാണ് അഭ്യർത്ഥിക്കാൻ. അപ്പീൽ പോവുകയാണെങ്കിൽ അല്ല, അപ്പീൽ പോകുമ്പോൾ അതിൻ്റെ അവരുടെ കേസ് എന്താണെന്നുള്ളതിനെ അടിസ്ഥാനമാക്കി അപ്പോൾ തീരുമാനിക്കും. അങ്ങേക്ക് ഏറെ പിന്തുണ നൽകിയ ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി. എങ്ങനെയാണ് അദ്ദേഹം ഈ വിധി കേൾക്കാൻ? അദ്ദേഹം ഈ ജീവിച്ചിരുന്ന കാലത്ത് ഈ കേസിനെ കുറിച്ച് അദ്ദേഹങ്ങൾക്ക് വളരെ കൂടുതൽ അന്വേഷണം നടത്താറുണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. എനിക്ക് ഏറ്റവും വലിയ കരുത്തും ശക്തിയും അദ്ദേഹം തന്നെയായിരുന്നു. ഇതുപോലൊരു കേസ് ഫ്രെയിം ചെയ്ത് സാറിനെ തുടർച്ചയായി പിന്തുടർന്ന LDF-നോട് അല്ലെ മുന്നണിയാണല്ലോ ഇതിനൊരു പിന്തുണ നൽകിയിട്ടുള്ളത്. മുന്നണിയോട് എന്താണ്? അല്ല, ഇത് തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും ഒരു തിരിച്ചടിയാണല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് കേസിൽ തിരിച്ചടി അവർക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയല്ലേ വിലയിരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ അവരുടെ നേട്ടമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ വന്നിരിക്കുകയാണ്. അത് എത്രത്തോളം കോൺഗ്രസിന് ഊർജ്ജം? കോൺഗ്രസിന് അനുകൂലമായ ഒരു കാറ്റ് കേരളത്തിലൊട്ടാകെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ നിയോജകമണ്ഡലത്തിൽ കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസം ആളുകൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ ആവേശകരമാണ്, വളരെ ആത്മവിശ്വാസം പകരുന്നതാണ്. മണ്ഡലത്തിലെ ജനങ്ങളോട് എന്താണ്? മണ്ഡലത്തിലെ ജനങ്ങളോട് ഇതുവരെ UDF-നും കോൺഗ്രസിനും നൽകിയ പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി. ഇനിയും ഞങ്ങളെ സഹായിക്കണം എന്നാണ് പറയാനുള്ളത്. അദ്ദേഹം ഏറെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കേസിനെ നേരിട്ടത്. അതിനാൽ തന്നെ വിജയത്തിലും അതേ ആത്മവിശ്വാസം തന്നെ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. ഇനിയും സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോവുകയാണെങ്കിൽ അതിനെ നേരിടാൻ തന്നെയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്.